ഏകസ്വരമിത്രങ്ങളായ ലോകമാനവരാശിക്ക് നമസ്കാരം. പുതിയ പ്രഖ്യാപനം വരുന്നു. സ്വർണം പ്രദർശന വസ്തു അല്ല. സ്വർണ്ണ നിരോധന നിയമം അനിവാര്യമായിരിക്കുന്നു. മനുഷ്യ ശരീരത്തിലെ പ്രദർശന ലോഹമായ സ്വർണം സാമൂഹിക വിപത്തായി മാറുകയാണ്. ജീവൻ രക്ഷാ മരുന്നിനേക്കാൾ ഈ മഞ്ഞലോഹത്തിൻ്റെ വില ഉച്ചസ്ഥായിയിൽ എത്തിയിരിക്കുന്നു. അപകടകരമായ വിലക്കയറ്റമാണിത്. പലതരത്തിലും ഇത് ദോഷകരമായി സമൂഹം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതിലൊന്ന് പിടിച്ചുപറിയാണ്. വഴിയിൽ സ്വർണ്ണമാലയിട്ട് നടന്നാൽ ബൈക്കിൽ വന്ന് മാല പൊട്ടിക്കുന്ന അവസ്ഥ നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി നടക്കാൻ പോകുന്നത് കഴുത്ത് കണ്ടിച്ചായാലും മാല പൊട്ടിക്കുന്നവർ വർദ്ധിച്ചു കൊണ്ടിരിക്കും. മറ്റൊന്ന്, സ്ത്രീധന സമ്പ്രദായത്തിലെ ഏറ്റവും വലിയ ദുഷിപ്പായ സ്വർണ്ണാഭരണങ്ങളുടെ പ്രദർശനം സാമൂഹിക ഉച്ചസ്ഥായിയിലെത്തി നിൽക്കുകയാണ്. അത് ദോഷകരമായി സമൂഹത്തിന് വന്നു ഭവിക്കും. ഒരു പവൻ്റെ സ്വർണമെങ്കിലും മകളുടെ കല്യാണത്തിന് കഴുത്തിലിട്ട് കൊടുക്കാനാവാതെ വരുന്ന അച്ഛനമ്മമാരും മക്കളും ഇടുത്തി പോലെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സ്വർണത്തിൻ്റെ ഈ വിലക്കയറ്റത്തിൽ വിറങ്ങലിക്കുന്നുണ്ട്. സാമൂഹിക അനീതിയുടെ ഈ ദുരവസ്ഥ ഭാവിയിൽ ഉണ്ടാക്കിയേക്കാവുന്ന പ്രത്യക്ഷമായി തന്നെ രണ്ടു തരം പൗരന്മാരെ ദൃശ്യവൽക്കരിക്കുന്നതിന് തുല്യമാണ്. പ്രളയം വരുന്നതുപോലെ സ്വർണത്തിന് വില കയറുന്നത് ക്രമാനുഗതമായ മനുഷ്യ ജീവിതത്തെ ബാധിക്കുക തന്നെ ചെയ്യും. രണ്ടു തരം പൗരബോധം സൃഷ്ടിക്കുന്ന അസന്തുലിതാവസ്ഥ ആരോഗ്യകരമായ ജീവിതത്തിന് സുഖകരമായിരിക്കില്ല. അത് ജനങ്ങളെ നിയന്ത്രണ വിധേയമാക്കാവുന്ന സമാധാന പ്രക്രിയകളുടെ ചട്ടക്കൂട്ടിൽ ഒതുങ്ങി വരുന്നതുമല്ല. ഓരോരോ രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇതിലൊക്കെ ചെറിയ കാര്യങ്ങളിന്മേൽ ഭരണകൂടങ്ങളെ വിറങ്ങലിപ്പിക്കുന്ന ആഭ്യന്തര വിപ്ലവങ്ങൾ അരങ്ങേറുന്നത് നിരന്തരം നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യ ജീവിതത്തിലെ അത്യാവശ്യ ഘടകമല്ലാത്ത സ്വർണത്തിൻ്റെ പ്രദർശനം മനുഷ്യ ശരീരത്തിൽ ഉപയോഗിക്കുന്നത് നിയമം മൂലം നിരോധിച്ചിരിക്കുന്നു എന്ന പ്രഖ്യാപനം ഉടൻ തന്നെ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ഇത് ഗവൺമെൻറ്റും കോടതിയും നല്ല ചിന്തകളുള്ള ജനങ്ങളും അംഗീകരിച്ചുകൊണ്ടേയിരിക്കുന്നു. അനവധി സ്ത്രീകൾ പറയുന്നു, പുരുഷന്മാർ പറയുന്നു, ഈ ആർഭാട പ്രദർശനം അനാവശ്യമാണ്. വികസിത രാജ്യങ്ങളിലെ ജനങ്ങൾ കലവറകളിൽ സ്വർണം പൂഴ്ത്തി വെച്ചുകൊണ്ടല്ല ജീവിതം ആസ്വദിക്കുന്നത്. ഇവിടെ കള്ളന്മാർക്കും കൊള്ളക്കാർക്കും ഭംഗിയായി മോഷ്ടിക്കാനും കൊള്ളയടിക്കാനുമായി ശരീരത്തിലും വീടിനുള്ളിലുമായി സ്വർണ്ണ നിക്ഷേപം നടത്തിക്കൊണ്ടിരിക്കുന്നു. കാലങ്ങൾക്ക് മുമ്പ് തന്നെ സ്ത്രീധന സമ്പ്രദായത്തിലെ ഈ ദുഷിപ്പിനെ തിരിച്ചറിഞ്ഞ സാമൂഹിക ബോധമുള്ള അനവധി വ്യക്തികളും ഇവയെ തുറന്നെതിർത്ത് രംഗത്ത് വരികയും അനവധി കാമ്പയിൻസ് നടത്തുകയും ചെയ്തിരുന്നു. സാവധാനം അത് കേരളത്തിലെ സ്ത്രീ സമൂഹം തന്നെ ഇല്ലാതാക്കി. അവർക്ക് സ്വർണ്ണമണിയണം, നാട്ടുകാരെ പ്രദർശിപ്പിച്ച് രോമാഞ്ചമണിയണം. പറയാൻ വയ്യാത്ത ഒരുപാട് കാര്യങ്ങൾ മൂലം അവർക്ക് സ്വർണം ഉപേക്ഷിക്കാൻ വയ്യാത്ത പടുകുഴിയിൽ പെട്ടുകിടക്കുകയാണ്. സ്ത്രീധനത്തോടെ ആക്രാന്തം കാണിക്കുന്ന പുരുഷന്മാരും അവരുടെ അച്ഛനമ്മമാരും ഈ വരാൻ പോകുന്ന അപകടകരമായ അവസ്ഥയായ പെൺകുട്ടികളിലെ മാനസിക ഡിപ്രഷൻസും ആത്മഹത്യാ പ്രവണതയും മറ്റനവധി നിശബ്ദ രോഗങ്ങളും മൂലം ബലക്ഷയമുള്ളവരും ബുദ്ധിവികാസമില്ലാത്തവരും അനാരോഗ്യത്തിൻ്റെ പൂർണ്ണ രൂപങ്ങളുമായി ജനിച്ചു വീഴുന്ന പുതിയ തലമുറയെ നോക്കി സ്വയം ശപിക്കും. അടിയന്തിരമായും ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധ പതിയേണ്ട ഒരു വിഷയമാണിത്. അനവധി രാഷ്ട്രതന്ത്രജ്ഞന്മാരും ബുദ്ധിജീവികളും ഇവിടെയുണ്ട്. ഏതൊക്കെ വിഷയങ്ങളാണോ രാജ്യത്തെ അസ്ഥിരതയ്ക്ക് കാരണമായി തീരുന്നത് അവയെ പ്രതിരോധിക്കേണ്ടതുണ്ട്. അതിലെ സുപ്രധാനമായ ഒന്നാണ് ഇപ്പോൾ ഉരുണ്ടുകൂടിയിരിക്കുന്ന ഈ സ്വർണ്ണ വിപത്ത്. പ്ലാസ്റ്റിക് ഉപയോഗം ഒരു വിപത്തായിരുന്നു. അതിനെ നിരോധിച്ചു. ഗവൺമെൻറ്റിൻ്റെ പിടിപ്പുകേട് കൊണ്ട് ആ നിയമം തലയും വാലുമില്ലാത്ത ഒന്നായിപ്പോയി. ഒരു വശത്ത് പ്ലാസ്റ്റിക് നിർമ്മിക്കുന്നതിനുള്ള അനുമതിയും മറുവശത്ത് വിൽപ്പനയ്ക്ക് എത്തുമ്പോൾ അത് പിടിക്കപ്പെട്ടാൽ ശിക്ഷ നൽകുകയും ചെയ്യുന്ന തലതിരിഞ്ഞ രീതി. വാറ്റുചാരായം, പട്ടച്ചാരായം, കഞ്ചാവ്, പേരറിയാത്ത എത്രയോ വിലപിടിച്ച ലഹരി പദാർത്ഥങ്ങൾ ഇവയെല്ലാം നിരോധിക്കുകയോ ചിലതൊക്കെ പഴയത് മാറ്റി പുതിയത് സ്വീകരിക്കുകയോ ചെയ്തിട്ടുണ്ട്.
സ്വർണം ഇതുപോലെ നിരോധിത മേഖലയിൽപ്പെടുത്തി മനുഷ്യ ശരീരത്തിൽ അലങ്കാര പ്രദർശന വസ്തു അല്ലാതാക്കി രാജ്യസ്വത്താക്കി പ്രമോട്ട് ചെയ്ത് വിളംബരം നടത്തേണ്ടതുണ്ട്. ഇതിന് പകരം വയ്ക്കുവാൻ സ്വർണമല്ലാത്ത റോഡ് ഗോൾഡ് എന്നറിയപ്പെട്ടിരുന്ന തിളങ്ങുന്നതും സ്വർണമെന്ന് തിരിച്ചറിയാനാവാത്തതുമായ ലോഹം വില കുറച്ച് ജനങ്ങൾക്ക് ആലങ്കാരിക ശോഭ വാരി വിതറുന്ന തരത്തിൽ നിർമ്മിക്കാൻ ആവശ്യമായ വ്യാവസായിക തലം ഗവൺമെൻറ് ത്വരിതഗതിയിൽ നടത്തേണ്ടതുണ്ട്. 10,000 എന്ന പഴയ കണക്കിൽ നിന്നും ഇന്നത്തെ അവസ്ഥയിലെത്തിച്ച സ്വർണത്തിൻ്റെ സാമ്പത്തിക അന്തരത്തിലെ ഗുണഭോക്താക്കൾ ഇവിടുത്തെ സ്വർണ വ്യാപാരികളാണ്. ഇപ്പോൾ തന്നെ നോക്കിയാൽ കഴിഞ്ഞ 10 വർഷങ്ങളിലെ ഏറ്റക്കുറച്ചിലുകളിൽ സ്വർണ വ്യാപാരികളുടെ ഷോറൂമുകളിലോ ഗോഡൗണുകളിലോ വെറും കടകളിലോ ഇരിക്കുന്ന സ്വർണം 200 ഇരട്ടിയിലധികം മൂല്യവർധന ഉണ്ടാക്കിക്കൊണ്ട് അവരവരുടെ കസ്റ്റഡിയിൽ തന്നെ ലാഭവർധന ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അവർക്കുണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ ഓട്ടോമാറ്റിക് ലാഭത്തിന് ആനുപാതികമായി ഈ ഓട്ടോമാറ്റിക് ലാഭം ഇല്ലാത്ത പാവം ജനങ്ങളെ കൊണ്ട് ഇത് വാങ്ങിപ്പിക്കുന്നത് എന്തിനാണ്? ഇവിടെയാണ് ഗവൺമെൻറ് ഇതിൽ ഇടപെടേണ്ടത്. ഡെമോക്രസിയുടെ മറവിൽ ആലൂക്കാസുമാരും കല്യാൺസുമാരും ഇത്തരത്തിൽ സാമാന്യ ജനതയെ ഊറ്റിപ്പിഴിയുന്നത് കാണുമ്പോൾ പഴയകാല ഫ്യൂഡൽ പ്രഭുക്കളും ഇടപ്രഭുക്കളും ജന്മിമാരും പുനർജനിക്കുന്നുവോ എന്ന് തോന്നിപ്പോകുന്നു. ഇതൊക്കെ അസാമാന്യ വേഗത്തിൽ തകർത്തെറിയേണ്ടതുണ്ട്. സ്വന്തം അലമാരിയിൽ കൃഷി ഇറക്കാതെ വിള ഉണ്ടാക്കുകയും അത് സാമാന്യ ജനതയെ കൊള്ളയടിക്കാൻ ഉതകുന്നതുമാകയാൽ ഗവൺമെൻറ് ഈ വിഷയത്തിൽ ഉണർന്ന് പ്രവർത്തിക്കേണ്ടതുണ്ട്. ഗവൺമെൻറ് ഇപ്പോൾ ചെയ്യേണ്ടത് എല്ലാ സ്വർണ്ണ ഷോറൂമുകളും ഗോഡൗണുകളും സ്വർണ്ണ പണിശാലകളും ഫ്രീസ് ചെയ്യണം. സ്വർണം ആഭരണങ്ങളാക്കുന്ന എല്ലാ നിർമ്മിതികളും നിർത്തിവയ്പ്പിക്കണം. ഷോറൂമുകളിലും അവരുടെ ഗോഡൗണുകളിലുമുള്ള സ്വർണ്ണാഭരണങ്ങൾ ഗവൺമെൻറ് ഏറ്റെടുത്ത് ഉരുക്കി കട്ടകളാക്കി രാഷ്ട്ര സ്വത്താക്കി പ്രഖ്യാപനം നടത്തണം. സ്വർണ്ണ വ്യാപാരികൾക്ക് അവരുടെ സ്വത്തവകാശ സംരക്ഷണമായി ഏത് കാലം മുതൽ അവരുടെ അലമാരകളിൽ സ്വർണം വർദ്ധിത മൂല്യമാകാൻ തുടങ്ങിയോ അതുവരെയുള്ള മൂല്യം സാമ്പത്തികമായി അവർക്ക് റിട്ടേൺ ചെയ്യേണ്ടതാകുന്നു. ഗവൺമെൻറ് ഈ പ്രഖ്യാപനം കൊണ്ടല്ലാതെ ഈ അപകട മേഖല തരണം ചെയ്യാൻ സാധ്യമല്ല എന്ന് വ്യത്യസ്തൻ. നമസ്കാരം.